ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അഗസ്റ്റിനോസിന്റെ വിശ്വപ്രസിദ്ധ ആത്മകഥയായ കൺഫെഷൻസിന്റെ 8-ാം അധ്യായമാണ്. 1-ാമത്തെ എപ്പിസോഡില് വിശുദ്ധന്റെ ഹൃദയ പരിവർത്തനത്തിനെ കുറിച്ചിട്ടാണ് വിചിന്തനം ചെയ്തത്. ഈ എപ്പിസോഡിൽ വിശുദ്ധന്റെ ദൈവാനുഭവത്തെ കുറിച്ചിട്ടാണ് വിചിന്തനം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നാം കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു, വിശുദ്ധൻ വളരെ ആന്തരിക പീഡകൾ അനുഭവിച്ച് തന്റെ പാപത്തിനെ കുറിച്ച് ഓർത്ത് ആത്മപീഡകൾ അനുഭവിക്കുന്നത് നാം കണ്ടു. എടുത്തു വായിക്കുക എന്ന ഉപശീർഷകത്തോട് കൂടിയിട്ടാണ് ദൈവാനുഭവ ഭാഗം ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്. തന്റെ ആത്മസ്ഥിതിയെ കുറിച്ച് വിശുദ്ധൻ ഇപ്രകാരമാണ് പറയുന്നത്: എന്റെ ആത്മാവിനെതിരായി എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഞാൻ ഇളക്കിവിട്ട ഉഗ്രരസം അതിന്റെ പാരമ്യത്തിലെത്തി. കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ അലീപ്പിയസ് ആയിരുന്നു. അപ്പൊ അലീപ്പിയസിനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, നമ്മൾ എന്താണ് ഇപ്പോൾ കേട്ടത്? നമുക്ക് എന്ത് പറ്റി? എന്താണ് കേട്ടത്? വിക്ടറീനസ് ആപസ്സനായ ആന്റണിയുടെയും ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ 2 ഉദ്യോഗസ്ഥന്മാരുടെയും ക്രിസ്താനുഭവം, അവരുടെ ജീവിതത്തിന്റെ പരിവർത്തനവും. അലീപ്പിയസ് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ ആകെ വ്യത്യാസം വന്ന് മുഖത്തിലും സ്വരത്തിലും എല്ലാം ഇദ്ദേഹത്തിന്റെ ആന്തരിക ക്ലേശങ്ങൾ പ്രതിഫലിക്കുകയാണ്. അലീപ്പിയസ് ഇങ്ങനെ സ്തബ്ധനായിട്ട് മൂകസാക്ഷിയായിട്ട് ആശ്ചര്യപ്പെട്ടിങ്ങനെ നിൽക്കോ, ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട്. സെയിന്റ് അഗസ്റ്റിൻ ചോദിക്കുകയാണ്, നോക്കൂ, വെറും പാമരന്മാരെഴുന്നേറ്റ് ബലം പ്രയോഗിച്ച് സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്നു. നാമോ ഇത്രയധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നിട്ടും നമ്മളുടെ പാപങ്ങളുടെ ചെളിക്കുഴിയിൽ നിന്ന് കാലു പറിക്കാൻ കഴിയാതെ നാം കുഴയുന്നു. അവരുടെ പിറകെയെങ്കിലും ചെല്ലാതിരിക്കുന്നത് ലജ്ജാകരമല്ലേ? ആ സമയത്ത് ഇവർ താമസിച്ചിരുന്ന ഭവനത്തിനോട് ചേർന്ന് ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു. ആ ഉദ്യാനത്തിലേക്ക് കുറച്ചു നേരം ഒരു ഏകാന്തത കിട്ടാൻ വേണ്ടിയിട്ട് സെയിന്റ് അഗസ്റ്റിൻ അങ്ങോട്ട് അലീപ്പിയസിന്റെ അടുത്തുനിന്ന് പോകും, ഉദ്യാനത്തിലേക്ക് പോകും. അലീപ്പിയസും പിന്തുടരും. ഇത്രയൊക്കെ കേട്ടിട്ടും തനിക്ക് ദൈവത്തിലേക്ക് ഒരു സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ പറ്റുന്നില്ല. വിശുദ്ധൻ തന്നോട് തന്നെ ഉഗ്രമായിട്ട് കോപിക്കുകയാണ്. എന്താണിത്? എന്തുകൊണ്ടാണ് എനിക്ക് സമ്പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് ഇതുവരെ ഇപ്പോൾ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഓഹരിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് എനിക്ക് കപ്പലിൻ്റെയോ വാഹനത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല, പാദം ചലിപ്പിക്കേണ്ടതുപോലുമില്ല. പ്രത്യുത എന്താണ്? മനസ്സിൻ്റെ സമഗ്രവും ഏകാഗ്രവും സുദൃഢവുമായ ഇളകാത്ത ഒരു തീരുമാനം മാത്രം മതി. അധപതിച്ച ധാർമ്മിക അധപതനുള്ള ഒരു ജീവിതമായിരുന്നു വിശുദ്ധൻ നയിച്ചിരുന്നത്. ഇദ്ദേഹം വിവാഹിതനല്ലായിരുന്നു, പക്ഷേ 13 വർഷമായിട്ട് ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് അദയോദാത്തസ് എന്ന ഒരു പുത്രനും ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ മറ്റ് പല കാമുകിമാരും ഉണ്ടായിരുന്നതായിട്ട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാപങ്ങളെയും മറ്റ് തഴക്ക ദോഷങ്ങളെയും എല്ലാം ഇദ്ദേഹം ഒരു ചങ്ങലയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ തഴക്ക ദോഷങ്ങളിൽ നിന്ന് വിമുക്തി നേടാനുള്ള എത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് ആലങ്കാരിക സാഹിത്യത്തിൽ വിശുദ്ധൻ വിവരിച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ്. നമ്മുടെ ആത്മസംഘർഷങ്ങളും ആത്മവ്യഥകളും ഒന്നും ഇത്ര ആലങ്കാരികമാൻ വിവരിക്കുക എന്നത് വളരെ അസാധ്യമായ കാര്യമാണ്. പക്ഷെ വിശുദ്ധന്റെ ഓരോ വാക്കും ഓരോ എക്സ്പ്രഷൻസും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ആ ചങ്ങലയുടെ ഓരോ കണ്ണികളായിട്ട് പൊട്ടി, പക്ഷെ ഇനി അവസാനത്തെ ഒരു കണ്ണിയാണ്, ആ തഴക്കദോഷത്തിന്റെ കണ്ണിയാണ് പൊട്ടാനുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിക്കുകയാണ്. തഴക്കത്തിന്റെ ഉരുക്കുസ്വരം തന്നോട് ചോദിക്കുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നുകയാണ്. നിനക്ക് തോന്നുന്നുണ്ടോ ഈ പാപങ്ങളിൽ നിന്നൊക്കെ നിനക്ക് വിമുക്തി കിട്ടുമെന്ന്? ഒരു മനുഷ്യന് സാധ്യമാകാവുന്നതിൻ്റെ ഏറ്റവും ഉന്നത നിലയിൽ അദ്ദേഹം സ്വന്തം പാപങ്ങളെക്കുറിച്ച് വിലപിച്ചു, അനുതപിച്ചു. ഇനി ചെയ്യാനുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, അവിടുത്തെ കരുണയാണ്. ഇത്രയ്ക്ക് മഹാകാരുണ്യവാനായ ദൈവത്തിന് ഇത്രയും തന്റെ പാപങ്ങളെക്കുറിച്ച് വിലപിക്കുന്ന ഒരാത്മാവിനോട് കരുണ തോന്നാതിരിക്കുമോ? ഒരു ദൈവനിവേശിത അനുതാപം വിശുദ്ധന്റെ ആത്മാവിലേക്ക് വർഷിക്കപ്പെടുന്നതായിട്ട് നാം കാണുകയാണ്. വിശുദ്ധൻ അതിനെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്: ഞാൻ എൻ്റെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ നിന്റെ കരുണയില്ലാത്ത കരുണാസമൃദ്ധി എൻ്റെ ആത്മാവിൻ്റെ മണ്ഡലങ്ങളെ ഭയവും ലജ്ജയും എന്ന ചമ്മിട്ടികൾ കൊണ്ട് മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. അനുതാപം അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേരുകയാണ്. ദൈവിക ഇടപെടലിലൂടെ ആദ്യം വിശുദ്ധന്റെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളും വിശുദ്ധൻ തന്നെ കുറ്റപ്പെടുത്തുന്നതും തനിക്ക് ഒരിക്കലും രക്ഷയില്ല എന്നുള്ള തെറ്റായ ബോധ്യങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ദൈവീക ബോധ്യം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. അത് വിശുദ്ധൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഒരു സൈഡില് പാപങ്ങളെക്കുറിച്ചിട്ടുള്ള ഈ പീഡകൾ നിൽക്കുമ്പോൾ മറു സൈഡിൽ
ഞാൻ എങ്ങോട്ട് അടുക്കുവാനാണോ ഭയപ്പെട്ടത് അവിടെ പ്രൗഢപരിശുദ്ധയായ സുഹൃത മഹാറാണി സമസ്ത ലോകത്തെയും തൻ്റെ ലാവണ്യകാന്തിയിൽ നിമഗ്നമാക്കിക്കൊണ്ട് വിരാജിക്കുന്ന കാഴ്ച എൻ്റെ കണ്ണുകൾ കണ്ടു. അത് ഒരുപക്ഷെ ഒരു ഭാവനാ ദർശനമായിരിക്കാം. ആത്മസംയമനത്തിനെ സുഹൃതങ്ങളുടെ മഹാറാണിയായിട്ടാണ് വിശുദ്ധൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിരവധി വിശുദ്ധാത്മാക്കളെ വിശുദ്ധന് കാണുകയാണ്. ഇവരെല്ലാവരും ഈ വിശുദ്ധിയിൽ ജീവിക്കുന്നത് സ്വന്തം കഴിവുകൊണ്ടാണോ എന്ന് ഈ ദൈവിക ബോധ്യം വിശുദ്ധനോട് ചോദിക്കുന്നതായിട്ട് അനുഭവപ്പെടുകയാണ്. നീ അങ്ങനെയാണോ കരുതുന്നത്? ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ കൃപാവരത്താലാണ് ഇവരെല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കുന്നത്. നീ എന്തുകൊണ്ടാണ് നിന്നിൽ തന്നെ ആശ്രയിക്കുന്നത്? നീ നിന്നെ അവിടുത്തേക്ക് ഭാരമേൽപ്പിക്കുക. അവിടുന്ന് നിന്റെ അടുത്ത് നിന്ന് മാറുമെന്ന് ഭയപ്പെടുകയേ വേണ്ട. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും എന്ന സ്വരം കേൾക്കുകയാണ്. അത് വിശുദ്ധന് പ്രത്യാശ നൽകിയെങ്കിലും വീണ്ടും തഴക്കത്തിൻ്റെ ഉരുക്കു സ്വരം കേൾക്കാം. നിനക്ക് സാധിക്കില്ല. വീണ്ടും വിശുദ്ധൻ വിഷണനായി മാറി. വീണ്ടും ആ ദൈവിക ബോധ്യം കേൾക്കുകയാണ്. നിന്റെ അശുദ്ധങ്ങളായ ആ ഭൗതിക അവശിഷ്ടങ്ങളുടെ സ്വരം കേൾക്കാതിരിക്കാൻ നീ നിന്റെ കാതുകളെ ഭദ്രമായി അടയ്ക്കുക. അവ നിന്നോട് സുഖസന്തോഷങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. എന്നാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം അവിടുത്തെ കൽപ്പനകളിലൂടെ നിനക്ക് വാഗ്ദാനം ചെയ്യുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇവയുമായിട്ട് ഒരു സാമ്യവുമില്ല എന്ന് പറയുകയാണ്. വിശുദ്ധൻ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ അങ്ങോട്ടേക്ക് എനിക്ക് അടുക്കാൻ ഭയമാണ് എന്നുള്ള അങ്ങനെയുള്ളൊരു ചിന്തയിൽ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇപ്പോഴേക്കും അനുതാപവും സ്വർഗീയ ബോധ്യങ്ങളും എല്ലാം എത്തി നിൽക്കുകയാണ്. ഇനി നാം കാണുന്നത് വിശുദ്ധൻ അഗാധമായ ഒരു ആത്മപരിശോധനയിലേക്ക് ഊളിയിടുകയാണ്. തൻ്റെ പാപങ്ങളൊക്കെയും തൻ്റെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന തൻ്റെ പാപങ്ങളുടെ നികൃഷ്ടാവസ്ഥകളെയെല്ലാം തൻ്റെ കൺമുമ്പിൽ താൻ വാരിക്കൂട്ടി. ഇങ്ങനെയാണ് വിശുദ്ധൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധൻ ഹൃദയാന്തരീക്ഷം ആകെ മൂടി. ഹൃദയത്തിൽ ആഴമായൊരു ഹൃദയശോഭ ഉണ്ടായി. അത് നിർബാധം പെയ്തിറങ്ങുന്നതിന് വേണ്ടി അലീപ്പിയസിനെ വിട്ടിട്ട് വിശുദ്ധൻ ഈ ഉദ്യാനത്തിൻ്റെ മറ്റൊരു കോണിലേക്ക് പോവുകയാണ്. വളരെയധികം വിശുദ്ധൻ ഹൃദയം പൊട്ടി പശ്ചാത്തപിക്കുകയാണ്. എങ്ങനെയോ ചെന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വീഴുകയാണ്. അവിടെ കിടന്ന് വിലപിക്കുകയാണ്. കണ്ണീർ വാർത്തു. അത് ഇപ്രകാരമായിരുന്നു: ഹാ ദൈവമേ, എത്ര കാലം അങ്ങ് എന്നോട് കോപിച്ചിരിക്കും? അങ്ങയുടെ കോപം കാലാകാലങ്ങളോളം നീണ്ടുപോകുമോ? വീണ്ടും പരിദേവനങ്ങൾ അർപ്പിക്കുകയാണ് ദൈവത്തോട്. ഹാ ദൈവമേ, നാളെ നാളെ എന്ന് എത്ര കാലത്തേക്കാണ് ഇത് നീണ്ടുപോവുക? ഈ നിമിഷം എൻ്റെ ഈ അവിശുദ്ധമായ ജീവിതം ഈ വിനാഴികയിൽ തന്നെ എന്തുകൊണ്ട് അവസാനിപ്പിച്ചുകൂടാ? അവിടെ കിടന്ന് വീണ്ടും ഹൃദയം പൊട്ടി പശ്ചാത്തപിക്കുകയാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും വിശുദ്ധൻ്റെ ആത്മാവിന് ദൈവിക സന്ദേശങ്ങൾ സ്വീകരിക്കുവാനുള്ള സംവേദനക്ഷമത കിട്ടിയതായിട്ടാണ്. അടുത്ത വീട്ടിൽ നിന്നൊരു പാട്ടിൻ്റെ പല്ലവി കേൾക്കുകയാണ്. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നറിഞ്ഞുകൂടാ. എടുത്തു വായിച്ചാലും പെട്ടെന്ന് വിശുദ്ധൻ്റെ ഭാവമൊക്കെ മാറി. വിശുദ്ധൻ പെട്ടെന്ന് ആലോചിച്ചു, ആണോ ഏതെങ്കിലും കളിയിൽ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു. ഇല്ല, കേട്ടിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. കാരണം അദ്ദേഹം അഗാധ പണ്ഡിതനും ഒരു ബുദ്ധി രാക്ഷസനുമായിരുന്നു. ഇതെല്ലാം കൂടാതെ ദൈവിക സന്ദേശങ്ങൾ ലഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശുദ്ധന് മനസ്സിലായി ഇത് ദൈവിക കൽപ്പനയല്ലാതെ മറ്റൊന്നുമല്ല. വിശുദ്ധൻ എന്ത് ചെയ്തു? എത്രയും പെട്ടെന്ന് കണ്ണീരടക്കി അലീപ്പിയസിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ അവിടെ ഇട്ടിട്ടായിരുന്നു വിശുദ്ധൻ ഇങ്ങ് പോകുന്നത്. അപ്പോൾ ആ ലേഖനങ്ങൾ എടുത്തു നോക്കുകയാണ്. അപ്പോൾ ആദ്യം തുറക്കുമ്പോൾ കാണുന്ന ഭാഗം വായിക്കാൻ ഒരു ആന്തരിക പ്രേരണ അനുഭവപ്പെടുകയും വിശുദ്ധൻ ആ ഭാഗം എടുത്തപ്പോൾ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ അധ്യായം 13 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടത്. കൺഫെഷൻസിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ POC ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ വാക്യങ്ങളിലല്ല, ട്രാൻസ്ലേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഇപ്രകാരമായിരുന്നു: കുടിയിലും കൂത്താട്ടത്തിലുമല്ല, ശയ്യാഭോഗങ്ങളിലും തോന്നിയാസത്തിലുമല്ല, അസൂയയിലും ചേരി വ്യാപാരങ്ങളിലുമല്ല, പ്രത്യുത നിങ്ങൾ ക്രിസ്തുനാഥനെ ധരിക്കുകയും ജഡസന്ദർപ്പണത്തിന് അവസരം നൽകാതിരിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ വിശുദ്ധൻ പറയുന്നു, ഇനി ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ബോധ്യപ്പെട്ടു.
അപ്പോൾ തന്നെ കണ്ണീരെല്ലാം അടങ്ങി പ്രശാന്തത കൈവന്നു, ഹൃദയത്തിലേക്കൊരു വെളിച്ചം വ്യാപിച്ചു. എന്താണ്? എല്ലാം വ്യക്തമായി, സകല കരിനിഴലും മാറി, വ്യക്തമായ നിർദ്ദേശം ലഭിച്ചു. അപ്പോൾ ദൈവാനുഭവത്തിൻ്റെ ഒരു പൂർണ്ണത നമുക്കിവിടെ കാണാൻ പറ്റും. ആത്മാവിൽ ദൈവാനുഭവം നടന്നു, ഹൃദയത്തിൽ അത് നിറഞ്ഞു. സ്വാഭാവികമായിട്ടും പ്രഘോഷിക്കാനുള്ള അഭിലാഷം ഉണ്ടാകും. ഇദ്ദേഹം അപ്പോൾ തന്നെ അലീപ്പിയസിൻ്റെ അടുത്ത് ചെല്ലുന്നു, അദ്ദേഹത്തിനോട് വിവരിക്കുന്നു, എനിക്ക് സംഭവിച്ചതെല്ലാം വിശദീകരിച്ച് പറയുന്നു. അലീപ്പിയസിന് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം എന്താണ്? ഏറെക്കുറെ അദ്ദേഹം സാക്ഷിയാണ്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ വികാര പ്രകടനങ്ങൾക്കും എല്ലാ വികാര വിക്ഷോഭങ്ങൾക്കും ഇദ്ദേഹം സാക്ഷിയായിരുന്നു. പക്ഷേ അലീപ്പിയസ് പറയുകയാണ്, അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഞാൻ വായിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ വിശുദ്ധന് കിട്ടിയ ആ ലേഖനത്തിലെ ബാക്കി ഭാഗം അലീപ്പിയസ് വായിച്ച് കേൾക്കുകയാണ്. അത് ഇപ്രകാരമായിരുന്നു: വിശ്വാസത്തിൽ ബലക്ഷയമുള്ളവനെ സ്വീകരിക്കുക. അലീപ്പിയസ് എന്ത് ചെയ്തു? അത് തന്നോടുള്ള ദൈവ നിർദ്ദേശമാണെന്ന് കരുതി സ്വീകരിക്കുകയും ആ വിശ്വാസം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. നാം ഇവിടെ കാണുന്നത് ഒരു ആത്മാവിനുണ്ടാകുന്ന ദൈവാനുഭവം, അതിൻ്റെ സാക്ഷിയായിട്ടിരുന്ന മറ്റൊരു ആത്മാവിലേക്കും കൂടെ ആ ചൈതന്യം വ്യാപരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം സെയിൻറ്റ് അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ അലീപ്പിയസും അദ്ദേഹത്തിൻ്റെ കൂടെ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ ബോധ്യവും വിശ്വാസവും എത്ര വലുതായിരുന്നു എന്ന് അത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി ഇവർ വേഗം, അഗസ്റ്റിൻ്റെ അമ്മയാണ് വിശുദ്ധ മോണിക്കയുടെ അടുത്തേക്ക് പോവുകയാണ്. മോണിക്കയെ പറ്റി പരാമർശിക്കാതെ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ജീവിതം പൂർണ്ണമാവുകയില്ല. കാരണം വിശുദ്ധൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തെ പ്രതി വിലപിച്ച്, വിശുദ്ധന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച്, വിശുദ്ധ അംബ്രോസിൻ്റെ അടുക്കൽ നിരന്തരം സ്വന്തം മകനു വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമെന്ന് കരഞ്ഞ് സദാസമയം ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ വ്യാപരിച്ച സുഹൃദിനിയായ ഒരു ക്രിസ്തു ശിഷ്യയായിരുന്നു സെയിൻറ്റ് അഗസ്റ്റിൻ്റെ അമ്മ. അപ്പോൾ അമ്മയുടെ ഈ സങ്കടവും വിഷമവും എല്ലാം കാണുമ്പം അംബ്രോസ് പറയാറുണ്ട്, ഈ കണ്ണുനീരിൻ്റെ പുത്രൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അതുപോലെ തന്നെ സെയിൻറ്റ് അഗസ്റ്റിനോടും വിശുദ്ധ അംബ്രോസ് പറയും, ഇതുപോലെ സുഹൃദിനിയായ ഒരു അമ്മയെ കിട്ടിയ നീ ഭാഗ്യവാനാണെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയുടെ അടുത്തേക്കാണ് ഇവർ ചെല്ലുന്നത്. മകൻ്റെ മാനസാന്തരം കാത്ത് ഇരിക്കുന്ന അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ദേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ എൻ്റെ എല്ലാ കുത്തഴിഞ്ഞ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണെന്ന്. ആ അമ്മയ്ക്കുണ്ടായ സന്തോഷം നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുകയില്ല. ഇതിനു മുമ്പ് അമ്മയ്ക്കൊരു ദർശനം ഉണ്ടാവുകയാണ്. അമ്മ ഒരു ഉയർന്ന പീഠത്തിൻ്റെ മുമ്പിൽ ആകെ വിഷണ്ണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു യുവാവ് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ അമ്മ പറയുക, എൻ്റെ ജീവിതത്തിലെ വിനാശത്തെക്കുറിച്ച് ഞാൻ വിലപിക്കുകയാണ്. അപ്പോൾ യുവാവ് പറയും, വിഷമിക്കേണ്ട, നോക്കൂ, നിൻ്റെ അടുത്ത് തന്നെ നിൻ്റെ മകനുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ മകനോട് പറഞ്ഞു. അമ്മയോട് വളരെ സ്നേഹവും ആദരവും മകനുണ്ടെങ്കിലും അമ്മയുടെ വിശ്വാസങ്ങളോടോ അമ്മയുടെ സമീപനങ്ങളോടോ മകന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ മകനോട് പറയുന്നു, മകനെ, നീയും എന്നെപ്പോലെ സത്യവിശ്വാസത്തിൽ എത്തുമെന്നാണ് ആ യുവാവ് പറഞ്ഞത്. പക്ഷേ അഗസ്റ്റിൻ്റെ അമ്മയോട് വാദപ്രതിവാദം നടത്തുന്നു. ഒരിക്കലുമല്ല, അമ്മയുടെ ലെവലിലേക്ക് അമ്മ അധപതിക്കുന്നു എന്നർത്ഥം എന്ന രീതിയിലാണ് അഗസ്റ്റിനോസ് വാദിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞില്ല, ഒരിക്കലുമല്ല, നിന്റെ അടുത്ത് നിന്റെ അമ്മ നിൽക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്, നിന്റെ അടുത്ത് നിന്റെ മകൻ നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മകൻ നിശ്ചയമായിട്ട് സത്യവിശ്വാസം സ്വീകരിക്കുമെന്നാണ് ആ ദർശനത്തിൻ്റെ അർത്ഥമെന്ന് അമ്മ വ്യാഖ്യാനിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവിടെ ആ അമ്മയുടെ ദർശനത്തിന് ഉത്തരം കൊടുക്കുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റും 1 വർഷങ്ങൾക്ക് ശേഷം സെയിൻറ്റ് അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം ഉടനെ തന്നെ അമ്മ മരിച്ചു പോകുന്നതായിട്ട്. അപ്പോൾ അമ്മയുടെ ജീവിതം തന്നെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കണ്ണീരൊഴിക്കുവാനും അമ്മയുടെ ആ സുഹൃത ജീവിതത്തിൻ്റെ ഫലമാണ് ഈ വിശുദ്ധനായ സെയിൻറ്റ് അഗസ്റ്റിൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.